കുമരംപുത്തൂർ പഞ്ചായത്തിന്റെ പുതിയ കെട്ടിടം ഉദ്ഘാടനം ചെയ്യുമ്പോൾ അവിടെ വികസനത്തിന്റെയും രാഷ്ട്രീയ പോരുകളുടെയും പുതിയ അധ്യായം കുറിക്കുകയാണ്. ചടങ്ങിന് CPM നേതാക്കൾ വിട്ടുനിന്നതാണ് ഇപ്പോൾ പഞ്ചായത്തിലെ പ്രധാന ചർച്ചാ വിഷയം. പുതിയ കെട്ടിടം യാഥാർത്ഥ്യമായതിൽ പഞ്ചായത്ത് മുഴുവൻ സന്തോഷത്തിലാണ്. എന്നാൽ ഉദ്ഘാടനത്തിന് ദിവസങ്ങൾക്ക് മുമ്പ് ഭരണപക്ഷമായ UDF അംഗങ്ങൾ വാർത്താ സമ്മേളനം വിളിച്ച് ഇടതുപക്ഷത്തിനെതിരെ രൂക്ഷമായ ആരോപണങ്ങൾ ഉന്നയിച്ചതോടെയാണ് പ്രശ്നങ്ങൾ തുടങ്ങുന്നത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് ജില്ലാ പഞ്ചായത്തിലെ പ്രസിഡന്റ് മാറ്റി വെച്ചിട്ടുണ്ടല്ലോ, നമ്മൾ വിളിച്ചിട്ടില്ലേ? ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരെ ക്ഷണിച്ച കൂട്ടത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രസിഡന്റുമാരുണ്ട്. അല്ല, അഭിയോജനക്കുറിപ്പ് പറയാൻ രേഖപ്പെടുത്തിയിട്ടുണ്ട് അവർ. പക്ഷെ ഞങ്ങൾ അതൊന്നും കാര്യമായിട്ട് എടുത്തിട്ടില്ല. അമ്മന്റെ പ്രസിഡന്റും ചെയർമാനൊക്കെ അതിന് മറുപടി പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഞങ്ങൾ ചോദിക്കുന്നത് നിങ്ങളെല്ലാവരും ഇത് കാണുന്നില്ലല്ലോ. ഇടതുപക്ഷം വികസന വിരുദ്ധരാണെന്ന് UDF ആരോപിച്ചു. കെട്ടിട നിർമ്മാണത്തിൽ ഒരു വിവാദവും ഉണ്ടാക്കാതിരുന്ന LDF-നെ പ്രതിക്കൂട്ടിലാക്കാൻ ഇത് കാരണമായി. LDF അല്ല പഞ്ചായത്ത് ഭരിക്കുന്നത്, ഞങ്ങൾ അങ്ങനെ വികസനം മുടക്കുന്നവരല്ല എന്ന് UDF അംഗങ്ങൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിരുന്നു. ഈ ആരോപണങ്ങളോട് ശക്തമായ ഭാഷയിലാണ് CPM ലോക്കൽ സെക്രട്ടറി അയലക്കര മുഹമ്മദ് അലി പ്രതികരിച്ചത്. പയ്യനേടത്ത് നടന്ന രാഷ്ട്രീയ വിശദീകരണ യോഗത്തിൽ അദ്ദേഹം UDF അംഗങ്ങൾക്കെതിരെ അഴിമതി ആരോപണങ്ങൾ ഉന്നയിച്ചു. പറയുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വികസനം മുടക്കികളാണ് എന്നാണ്. അതുമായി ബന്ധപ്പെട്ട് നിരവധി ആരോപണങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട്. ഈ പഞ്ചായത്തിൽ താമസിക്കുന്ന ഒന്നിലധികം പൗരന്മാർ അതിൽ അപാകതകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടുള്ള നിയമപരമായ പോരാട്ടം നടത്തുന്നുണ്ട്. അപാകതകൾ ഉണ്ടെങ്കിൽ പരിഹരിക്കണം എന്ന അഭിപ്രായം ഇടതുപക്ഷത്തിനും CPM-നുമുണ്ട്. പക്ഷേ ഒരു നാടിന്റെ വികസനത്തിന് മുരടിപ്പിക്കുന്ന രൂപത്തിൽ ഒരു പ്രത്യക്ഷമോ പരോക്ഷമോമായിട്ടുള്ള ഒരു ശ്രമം നടത്തിയിട്ടില്ല എന്നിരിക്കെ പത്രസമ്മേളനം നടത്തി വിളിച്ചു പറയുകയാണ് ഇടതുപക്ഷം. LDF അല്ല പഞ്ചായത്ത് ഭരിക്കുന്നത്, ഞങ്ങൾ അങ്ങനെ മുക്കുന്നവരല്ല എന്നാ പറഞ്ഞത്. ഇത് വിളിച്ചു പറയുന്നത് ആരാണ്? നമ്മളാക്ഷേപമല്ലല്ലോ. ഒരു മാസം മുമ്പ് ആ പഞ്ചായത്തിനകത്തൊരു സംഭവം ഉണ്ടായി. ഒരു ദിവസം മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് പഞ്ചായത്ത് പ്രസിഡന്റ് ഓട്ടോറിക്ഷയിൽ സഞ്ചരിക്കുന്നു. കാരണം പഞ്ചായത്ത് സെക്രട്ടറി വാഹനം അനുവദിക്കുന്നില്ല എന്ന വാർത്ത വരിക. പിറ്റേ ദിവസം ആ പഞ്ചായത്തിലെ സെക്രട്ടറി ഒരു പത്രസമ്മേളനം നടത്തി പറയുക, കുമരംപുത്തൂർ പഞ്ചായത്തിന്റെ വാഹനം കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ഏറ്റവും കൂടുതൽ ദുർവിനിയോഗം ചെയ്തിട്ടുള്ള ഒരു വാഹനമാണ്. ഈ പഞ്ചായത്തിലെ മനുഷ്യരുടെ നികുതി പണം കൊണ്ട് ദൈനംദിന പെട്രോൾ അടിയും മറ്റ് പ്രവർത്തനം നടത്തുന്ന ഈ വാഹനം ഈ രൂപത്തിൽ കുത്തഴിഞ്ഞ രൂപത്തിൽ ഉപയോഗപ്പെടുത്താൻ ഞാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞത് ആ പഞ്ചായത്തിലെ സെക്രട്ടറിയാണ്. ഈ ആരോപണം ഇടതുപക്ഷം ഉന്നയിച്ചതാണോ? നെച്ചുള്ളിയിലെ കുടുംബാരോഗ്യ കേന്ദ്രവും കുടിവെള്ള പദ്ധതിയും അഴിമതി ആരോപണങ്ങളിൽ ഉൾപ്പെട്ടതിന് ഉദാഹരണങ്ങളായി അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഒരു ഹോസ്പിറ്റലുണ്ട്. ആ ഹോസ്പിറ്റലിൽ ഒരു ബിൽഡിംഗിന്റെ നിർമ്മാണം നമ്മുടെയൊക്കെ നികുതി പണം ഉപയോഗിച്ച് 3.5 വർഷം മുമ്പ് നടത്തി. പാതി വഴിയിൽ ഒരു വഴിമുടക്കിയായി ഇന്നും അവിടെ നിൽക്കുക. ഇന്ന് വരെ പരിഹരിക്കാൻ കഴിഞ്ഞിട്ടില്ല. അഴിമതിയുടെ പേരിലാണ്. ഒരു കുടിവെള്ള പദ്ധതി ഇവിടെ ആരംഭിച്ചപ്പോ അന്നും UDF ആണ് ഈ പഞ്ചായത്ത് ഭരിക്കുന്നത്. ആ പഞ്ചായത്തിനകത്ത് ഇവിടുത്തെ ജപ്പാൻ കുടിവെള്ള പദ്ധതിയുടെ നിർമ്മാണങ്ങൾക്ക് ആവശ്യമായി കൊണ്ടുവന്നിട്ടിരുന്ന പൈപ്പുകൾ ഉൾപ്പെടെ 1 ലോഡാണ് അതിനകത്തുള്ള ആളുകൾ വാഹനത്തിൽ കയറ്റിക്കൊണ്ടുപോയത്. 1 കോടിയും 2 കോടിയും 10 കോടിയും രൂപ ചെലവഴിച്ച് എന്ത് വികസനം നടത്താൻ ഏത് ഓഫീസും മടിയാ. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കണം, ഈ നാട്ടിലെ ജനങ്ങൾ ദൈനംദിനം സഞ്ചരിക്കുന്ന ഗ്രാമീണ റോഡുകൾ എല്ലാം പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുക. ഇത് പഞ്ചായത്തിന്റെ ആസ്തി രജിസ്റ്ററിൽപ്പെട്ട ഗ്രാമീണ റോഡുകൾ ജൽജീവൻ പദ്ധതിക്ക് വേണ്ടി വിട്ടുകൊടുക്കുമ്പോൾ പഞ്ചായത്തുമായി ഉണ്ടാക്കിയിട്ടുള്ള ഉടമ്പടിയാണ്. ഈ പഞ്ചായത്തിൽ 3.5 വർഷമായി മുഴുവൻ റോഡുകളും കീറിപ്പൊളിച്ചിട്ടിരിക്കുകയാണ്. ഇത്തരം വികസനങ്ങൾ അവിടെ മുടങ്ങിക്കിടക്കുക. അപ്പോഴാണ് പറയുന്നത് കുമരംപുത്തൂരിലെ CPM, കുമരംപുത്തൂരിലെ ഇടതുപക്ഷം ഈ നാട്ടിലെ വികസന മുടക്കികളാണ്. വികസനത്തിന്റെ പേരിൽ പഞ്ചായത്തിൽ തുടങ്ങിയ രാഷ്ട്രീയ തർക്കങ്ങൾ ഇനിയും കൂടുതൽ വഷളായേക്കുമെന്നാണ് സൂചന. CCN മണ്ണാർക്കാട്.